മോഹൻലാൽ എന്ന നടനിൽ നിന്നും നിരവധി ഗംഭീര കഥാപാത്രങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകരാണ് സമൂഹത്തിലുള്ളത്. ഇതുവരെ കാണാൻ കഴിയാത്ത ചില മോഹൻലാൽ കഥാപാത്രങ്ങളെ കൊണ്ടുവരുമ്പോൾ അതിഭീകരമായി അത് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരു ആഡിൽ പോലും നമ്മൾ ഒരു വ്യത്യസ്ത മോഹൻലാലിനെ കണ്ടപ്പോൾ അത് വൈറലാക്കി മാറ്റിയിരുന്നു. അത്രയ്ക്ക് ലോക ശ്രദ്ധയും പ്രേക്ഷക ശ്രദ്ധയും ഒക്കെയാണ് മോഹൻലാലിന്റെ ഓരോ സിനിമകൾക്കും ഓരോ നിമിഷങ്ങൾക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബോക്സ് ഓഫീസിൽ ഗംഭീര പ്രകടനം കാണിച്ച് നിൽക്കുന്ന മോഹൻലാലിന്റെ അടുത്തേക്ക് നിരവധി സിനിമകളുടെ കാര്യങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. യുവ സംവിധായകരിൽ നിന്നും പ്രഗത്ഭരിൽ നിന്നും ഒക്കെ മോഹൻലാലിന്റെ അടുത്തേക്ക് വലിയ വലിയ കാര്യങ്ങൾ എത്തുന്നു. അതിനൊപ്പം തന്നെ മലയാള സിനിമ തന്നെ മോഹൻലാലിലേക്ക് ചുരുങ്ങിയോ എന്ന് പോലും തോന്നിക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോഹൻലാലിന്റെ അടുത്തേക്ക് മലയാള സിനിമയിലെ പ്രമുഖരെല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന കാഴ്ച കാണുമ്പോൾ അത്ഭുതം തോന്നും. പലപ്പോഴും മോഹൻലാലിനൊപ്പം വർക്ക് ചെയ്ത താരങ്ങളൊക്കെ പറയുന്നത്, എങ്ങനെ നിങ്ങൾക്ക് ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറിനോടൊപ്പം ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നു, ഒരു റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു എന്നതൊക്കെ ആസിഫ് അലിയൊക്കെ പണ്ടൊരിക്കൽ പറഞ്ഞതാണ്. അവരോട് ഈ കാര്യങ്ങൾ ചോദിക്കുന്നതാകട്ടെ അന്യഭാഷയിലെ മറ്റ് താരങ്ങളും. എന്നാൽ മോഹൻലാൽ അങ്ങനെയാണ്. അങ്ങനെ ഒരു മോഹൻലാലിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ യങ് സൂപ്പർ സ്റ്റാറുകളാണ്. അതിൽ തന്നെ ഫഫയെ കുറിച്ച് പറയണ്ടല്ലോ. ഹൃദയപൂർവ്വം എന്ന സിനിമയിൽ ഫഫയുടെ റെഫറൻസ് പോലും മോഹൻലാൽ കാണിച്ചത് അത്ഭുതകരമായാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ സാക്ഷാൽ ഫാഫ തന്നെ മോഹൻലാലിന്റെ അടുത്തുണ്ട്. ഫാഫയും ഫറാനും സാക്ഷാൽ പ്രണവും എല്ലാവരും കൂടെ നിൽക്കുന്ന ചിത്രം കണ്ടപ്പോൾ പ്രേക്ഷകരൊന്ന് അതിശയിച്ചു. ഇതിന് പിന്നെയായി വലിയൊരു വാർത്ത കൂടി പ്രചരിക്കുകയാണ്. മോഹൻലാലും ഫഹദ് ഫാസിലും ഒരുമിച്ചൊരു ഇന്റർവ്യൂ തരാൻ പോകുന്നു എന്ന രീതിയിൽ. ഇതൊക്കെ ശരിയാണോ എന്നറിയില്ല. പക്ഷേ വന്നാൽ അടിപൊളിയായിരിക്കുമെന്നുള്ള പ്രേക്ഷകാഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ കനക്കുകയാണ്. കാരണം ഓണത്തിന് ഇവർ ഒരുമിച്ചുള്ള ചില സർപ്രൈസുകൾ വരുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ. അത് പറയാൻ കാരണം ഹൃദയപൂർവ്വം എന്ന മോഹൻലാൽ ചിത്രത്തിൽ ഫഫയുടെ റെഫറൻസ് ഉണ്ട്. അതിനൊപ്പം തന്നെ ഫഹദ് ഫാസിൽ ഇതിനകത്തൊരു അതിഥി വേഷത്തിൽ എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ വാർത്തകൾ. അതിനൊപ്പം തന്നെ ഫഹദ് ഫാസിലിന്റെയും ഒരു ഓണചിത്രം വരുന്നുണ്ടല്ലോ, ഓടും കുതിര ചാടും കുതിര. ഇതെല്ലാം കൂടെ വെച്ച് ഒരുമിച്ചൊരു ഇന്റർവ്യൂ വരാനുള്ള സാധ്യത കാണുന്നു. അതിനൊപ്പം ഓണം സ്പെഷ്യലായി ഒരു ഇന്റർവ്യൂ വരാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എല്ലാം കണ്ടു തന്നെ അറിയാം ഓണം സ്പെഷ്യലായി എന്തൊക്കെ സർപ്രൈസുകളാണ് ചാനലുകാർ ഒരുക്കി വിടാൻ പോകുന്നത് എന്നതൊക്കെ. എന്നാലും മറ്റൊരു സംഭവം കൂടി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നതാണ്. മെന്റലിസ്റ്റിനൊപ്പമുള്ള ഈ ഒരു ചിത്രമൊക്കെ കാണുമ്പോൾ ചില പ്രോഗ്രാമുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. എന്തായാലും ഇതൊക്കെ ഒരു അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഒപ്പം മോഹൻലാലും ഫഹദുമൊക്കെ ഒരുമിക്കുന്ന ഒരു ഗംഭീര സിനിമയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. കാരണം മോഹൻലാലിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല വേഷപ്പകർച്ചകളും വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. അങ്ങനെയുള്ള സംഭവങ്ങൾ വന്നാൽ അത് വലിയ രീതിയിൽ ഏറ്റെടുക്കുകയും ചെയ്യുകയും ചെയ്യും എന്നതിപ്പോൾ അടിവരയിട്ട് നമുക്ക് പറയാൻ കഴിയും. ചെറിയ കാര്യങ്ങൾ പോലും ഇത്ര വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുമ്പോൾ പിന്നെന്താ, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ നമുക്ക് ഏറ്റെടുത്തൂടെ? ഇങ്ങനെ ഇരിക്കുമ്പോൾ മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമകളിൽ ഒരു വ്യത്യസ്ത സംഭവം തന്നെ വരാൻ പോകുന്നു എന്ന് കാണിക്കുന്ന ഒരു ന്യൂസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടിരുന്നു. ബ്ലസ്സിയും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ കഥാപാത്രത്തെക്കുറിച്ചാണ് ആ പറഞ്ഞു വെച്ച ഒരു കാര്യം. നെഗറ്റീവ് കഥാപാത്രത്തെയാണ് ബ്ലസ്സിയുടെ വരാൻ പോകുന്ന സിനിമയിൽ മോഹൻലാൽ അഭിനയിക്കാനിരിക്കുന്നത് എന്നതാണ് ആ പറയുന്ന ചില കാര്യങ്ങൾ. ഒരു പോസ്റ്റിലാണ് ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വന്നിരിക്കുന്നതും. മോഹൻലാലും ബ്ലസ്സിയും നേരത്തെ ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ആ സിനിമയിൽ മോഹൻലാൽ കഥാപാത്രം ക്രോസ് ഡ്രസ്സർ ആണ്. ബോയ് ഹോസ്റ്റലിന്റെ അടുത്തായി താമസിക്കുന്ന അയാൾ രാത്രികാലങ്ങളിൽ മൃഗമായി മാറുകയും കൊലപാതക പരമ്പര നടത്തുകയും ചെയ്യുന്നു എന്നതാണ് സിനിമയുടെ കഥ. നടക്കാതെ പോയ ആ സിനിമയുടെ തീം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇത് നടക്കാതെ പോയതാണോ, ഇനി വരാൻ പോകുന്ന ബ്ലസ്സി മോഹൻലാൽ സിനിമയിലെ കഥാപശ്ചാത്തലമാണോ എന്നതൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു. ഇപ്പോൾ മോഹൻലാലിന്റെ സ്ത്രൈണഭാവത്തിലുള്ള പരസ്യം കൂടി വന്നപ്പോൾ ഇത് ആ സിനിമയ്ക്ക് സൂചന നൽകുന്ന സംഭവങ്ങളാണ് എന്ന രീതിയിലാണ് ചർച്ചകൾ കൊഴുക്കുന്നത്. എന്തായാലും ബ്ലസ്സി മോഹൻലാലും ഒന്നിക്കുമ്പോൾ ഒരു വ്യത്യസ്തത എന്തായാലും പറയാൻ കഴിയും. പക്ഷേ ഇത്രയും വലിയ വ്യത്യസ്തത ഉണ്ടാകുമോ എന്നതാണ്. ബ്ലസ്സി ഇങ്ങനെയൊന്നും ഒരു സിനിമ ചെയ്തിട്ടില്ല. ചെയ്യുകയാണെങ്കിൽ അത് മോഹൻലാലിനൊപ്പം തന്നെ ആയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ബ്ലസ്സിക്ക് അറിയാം മോഹൻലാലിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന്. അത് ഏറ്റവും മികച്ചത് കാണിച്ചത് ഈ കാലഘട്ടത്തിൽ ബ്ലസ്സി തന്നെയാണെന്ന് പറയാൻ കഴിയും. മോഹൻലാലിന്റെ അഭിനേതാവിനെ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത സംവിധായകൻ. ഇനി വരാൻ പോകുന്ന സിനിമയിലും ഇതൊക്കെ പ്രതീക്ഷിക്കാം. അതിലേക്ക് ഫഹദ് ഫാസിലൊക്കെ വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊക്കെയോ സർപ്രൈസുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഇവരുടെ ഈ കണ്ടുമുട്ടലിലും ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് തന്നെ പറയാം. അതിനായി നമ്മളും കാത്തിരിക്കുന്നു.